പ്രിയപ്പെട്ട കുട്ടികളെ, ഈ 37ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടിയാണ് നമ്മുടെ ഈ നോട്ടിനകത്ത് നമുക്ക് പഠിക്കാനുള്ളൂ. പിന്നെ ഈ പാഠം ഏകദേശം തീർന്നെന്ന് പറയാം. അതിന് ശേഷം കുറേ ഡയറക്ഷൻ്റെ കണക്കുകൂടി ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങളത് തന്നെ ചെയ്യണം. എല്ലാ ടൈപ്പും തന്നെ ഇപ്പം പ്രോബ്ലം ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പരീക്ഷ ഇട്ടതിൽ എല്ലാ പിള്ളേരും ഒന്നും പരീക്ഷ എഴുതുന്നില്ല. C2-ൽ 40 പിള്ളേരും B2-ൽ വീണ്ടും കുറഞ്ഞു. 35 പേരും A2-ലാണ് ഇപ്പോൾ 30 പേരുമാണ് പരീക്ഷ എഴുതിയേക്കണത്. ഞാൻ എന്തായാലും ആളുകൾ ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. C മാർക്ക് ആരും അല്ലാതെ കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഞാൻ പലതവണ ഇത് പറഞ്ഞതാണ്. 7 പരീക്ഷ ഇട്ടതിൽ 7 പരീക്ഷയും എഴുതിയ പിള്ളേർക്ക് മാത്രമേ ഞാൻ നല്ല C മാർക്ക് തരികയുള്ളൂ. ഫൈൻഡ് ഇൻ്റഗ്രൽ 4x + 7 ഇൻറ്റു √(s² + 4x + 13 dx) എന്നതാണ് ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ 4x + 7 ഇൻറ്റു √(s² + 4x + 13 dx). ഇതിങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമ്മളാ പഠിച്ചത് ഒരു ഫസ്റ്റ് ഡിഗ്രി കൂടെ സെക്കൻഡ് ഡിഗ്രി റൂട്ടിനകത്ത് ഗുണിക്കുന്ന ഒരു ഇൻ്റഗ്രേഷനാണിത്. പക്ഷേ ഇത് നമ്മുടെ ഫോർമുലയുടെ കൂട്ടത്തിൽ എഴുതി ചേർക്കാൻ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഇൻ്റഗ്രൽ PS + Q ഇൻറ്റു √(a² + bx + c dx) വന്നാൽ എന്ത് ചെയ്യണം? ലെറ്റ് ആ ഫസ്റ്റ് ഡിഗ്രി സമം ക്യാപിറ്റൽ A ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് ഡിഗ്രി പ്ലസ് B എന്നങ്ങ് എടുക്കണം. ഇത് മോളി ഫസ്റ്റ് ഡിഗ്രി താഴെ സെക്കൻഡ് ഡിഗ്രി വരുന്ന കണക്കുകളിലും മോളി ഫസ്റ്റ് ഡിഗ്രി താഴെ റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി വരുന്ന കണക്കുകളിലും ഒരു ഫസ്റ്റ് ഡിഗ്രി ഇൻറ്റു റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി വരുന്ന കണക്കുകളിലും എല്ലാം അങ്ങനെയാണ്. പക്ഷേ മോളി ഫസ്റ്റ് ഡിഗ്രി താഴെ സെക്കൻഡ് ഡിഗ്രി അങ്ങനെ വരുന്ന എല്ലാ കണക്കിലും ഇതാകണമെന്നില്ല. കാരണം മുകളിൽ കിടക്കുന്നത് താഴത്തിൻ്റെ കൃത്യം ഡിഫറൻഷ്യലാണെങ്കിൽ ലോഗ് മോഡ് ഡിനോമിനേറ്റർ പ്ലസ് C എന്ന് എഴുതി വെച്ചാൽ മതി. ഇനി മുകളിൽ കിടക്കുന്ന ഫസ്റ്റ് ഡിഗ്രി താഴെ റൂട്ടിനകത്ത് കിടക്കുന്ന സെക്കൻഡ് ഡിഗ്രിയുടെ കൃത്യം ഡിഫറൻഷ്യലാണെങ്കിൽ 2 എന്ന് എഴുതി വെച്ചാൽ മതി. അതൊക്കെ നമ്മൾ പഠിച്ചേക്കണതാണ്. അങ്ങനെ അല്ലാതെ വരുന്ന ഫസ്റ്റ് ഡിഗ്രിയും ബൈ സെക്കൻഡ് ഡിഗ്രിയും ഫസ്റ്റ് ഡിഗ്രി ബൈ റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രിയും ഫസ്റ്റ് ഡിഗ്രി ഇൻറ്റു റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രിയും ഒക്കെ വരുമ്പോൾ നമ്മൾ ലെറ്റ് ആ ഫസ്റ്റ് ഡിഗ്രി സമം ക്യാപിറ്റൽ A ഇൻറ്റു d/ds ഓഫ് സെക്കൻഡ് ഡിഗ്രി പ്ലസ് B എന്ന് എടുത്താൽ മതി. എന്നിട്ട് അങ്ങ് ചെയ്തത് Aയും Bയും കണ്ടുപിടിക്കും. അങ്ങനെ Aയും Bയും കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ 4x + 7-ന് ഒരു പുതിയ രൂപം കിട്ടും. പിന്നെ ഈ ക്വസ്റ്റ്യനിലെ ഈ 4x + 7 ആ പുതിയ രൂപമായി ഇടുകയുള്ളൂ. അതാണ് വ്യത്യാസമുള്ളൂ. അതിനനുസരിച്ച് ഇൻ്റഗ്രേഷനെ രണ്ടാക്കി തിരിക്കാനൊക്കെ പറ്റും. പിന്നെ പെട്ടെന്ന് ആ ഇൻ്റഗ്രേഷൻ പൂർത്തിയാക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കും. അതിന് മുന്നിൽ പഠിച്ച പല കാര്യങ്ങൾ ഉപയോഗിച്ച്. ഇപ്പോൾ ഇവിടെ നോക്കാം. ലെറ്റ് ഫസ്റ്റ് ഡിഗ്രി 4x + 7 ഈക്വൽ ടു ക്യാപിറ്റൽ A ഇൻറ്റു d/ds ഓഫ് സെക്കൻഡ് ഡിഗ്രി പ്ലസ് B. അതായത് 4x + 7 ഈക്വൽ ടു A ഇൻറ്റു 2x + 4 എന്നാണല്ലോ ഇതിൻ്റെ ഡിഫറൻഷ്യൽ പ്ലസ് B. ഇനി നിങ്ങൾക്ക് Aയും Bയും കാണാൻ ഒന്നുകിൽ ഈക്വേറ്റിംഗ് കോഎഫിഷ്യൻ്റ് ഓഫ് x ആൻഡ് കോൺസ്റ്റൻസ് ഓൺ ബോത്ത് സൈഡ്സ് ചെയ്യാം, അല്ലെങ്കിൽ പുട്ട് x 0 എടുക്കാം. പിന്നെ പുട്ട് x എന്തിട്ടാലാ ഇത്രയും ഭാഗം 0 ആകുന്നത്? -2 ഇട്ടാൽ പോരെ. എക്സിന് -2 ഇട്ടാൽ പോരെ. ഇവിടെ -4 വരും. അപ്പോൾ +4 കൂടെ വന്നിട്ട് ഈ ഭാഗം 0 ആയി പോയിക്കോളും. അങ്ങനെയും ചെയ്യാം. ഇവിടെ ഞാൻ ചെയ്തേക്കുന്നത് ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻ്റ് ഓഫ് x ആൻഡ് കോൺസ്റ്റൻസ് ഓൺ ബോത്ത് സൈഡ്സ് ആണ്. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 4, പക്ഷേ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 2a. അപ്പോൾ എയുടെ വില 2 എന്ന് കിട്ടി. കോൺസ്റ്റൻ്റ് LHSൽ 7, RHSൽ 4a + b. 4a + b. എയുടെ വില 2 അതിലേക്ക് കൊടുക്കുമ്പോൾ b കണ്ടുപിടിക്കാൻ പറ്റും. b കാണാൻ 7 - 4a ചെയ്താൽ മതി. 7 - 4 × 2 8. 7 - 8 -1. അങ്ങനെ Aയും Bയും കിട്ടി. അപ്പോൾ ഇനി മുതൽ 4x + 7 എന്താണ്? എയുടെ വില 2 × 2s + 4 -1 ആണ് എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ 4x + 7 ഇൻറ്റു √(s² + 4x + 13 dx) എങ്ങനെ മാറും? ഇൻ്റഗ്രൽ 4x + 7-ന് പകരം 2 × 2s + 4 -1 എന്ന് എഴുതുക. ഒരു പ്രത്യേക ബ്രാക്കറ്റിൽ ഇൻറ്റു √(s² + 4x + 13 ആ കൂടി എഴുതി dx ഇടുക. ഇത് ഇങ്ങനെ ഒരു ഇൻ്റഗ്രലും ഇങ്ങനെ വേറൊരു ഇൻ്റഗ്രലുമായിട്ട് തിരിയാൻ പോവുകയാണ്.
ഇതിൽ തന്നെ 2 പുറത്തെടുക്കുകയും ചെയ്യും. 2 പുറത്ത് ഇൻ്റഗ്രൽ 2x+4 ഇൻറ്റു √(x²+4x+13) ഇവിടെ dx എഴുതാൻ ഞാൻ വിട്ടുപോയി, നിങ്ങൾ എഴുതിയേക്കണം. മൈനസ് അടുത്ത ഇൻ്റഗ്രൽ (x²+4x+13) dx. എങ്ങനെ തിരിഞ്ഞത്? 2 പുറത്തെടുത്തുകൊണ്ട് 2x+4 ഇൻറ്റു √(x²+4x+13) എന്ന ഇൻ്റഗ്രൽ. അപ്പോൾ ഇൻ്റഗ്രൽ സൈനും dxഉം വേണം, ഇവിടെ വിട്ടുപോയതാണ്. മൈനസ് 1 കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പോൾ ഇൻ്റഗ്രൽ (x²+4x+13) dx. ഇനി ഈ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് x²+4x+13 t എടുത്താൽ മതി. കാരണം അതിൻ്റെ കൃത്യം ഡിഫറൻഷ്യലാണ് ഈ 2x+4. നമുക്കതെങ്ങനെയും ചെയ്തൊപ്പിക്കാം. അതുകൊണ്ട് പുട്ട് x²+4x+13 t. പരീക്ഷിക്കും സൈഡിൽ ഇങ്ങനെ എഴുതിയാൽ മതി. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2x+4 ഇൻറ്റു ബ്രാക്കറ്റിൽ dx = 1 dt. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, ഈ 2x+4ഉം ഇവിടുത്തെ dxഉം കൂടെ കൂടി എന്തെന്ന് എഴുതാം? dt എന്ന് എഴുതാം. അപ്പോൾ ഇത്രയും സ്ഥലം ഈ 2x+4 ഇവിടെ വരുന്ന dxയുടെ dt ആണെങ്കിൽ ഇതെന്താണ്? √t. അപ്പോൾ √t dt ആയിട്ട് ഇത് കംപ്ലീറ്റ് മാറുന്നു. √t ഇതും ഈ dxയോടെ കൂടി dt. 2 ഇൻറ്റു √t അല്ല 2 ഇൻറ്റു ഇൻ്റഗ്രൽ √t dt മൈനസ് ഇൻ്റഗ്രൽ റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി. റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി എങ്ങനെയാണ് ചെയ്യണേന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. റൂട്ടിനകത്ത് വന്നാലും റൂട്ടിനകത്ത് അല്ലാതെ വന്നാലും സെക്കൻഡ് ഡിഗ്രി രണ്ട് സ്ക്വയറുകളുടെ സമ്മായിട്ടോ ഡിഫറൻസ് ആയിട്ടോ മാറ്റുവാണ്. ഇത് സൈഡിലൊന്നും എഴുതേണ്ട വന്നില്ല, അല്ലാതെ തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ സൈഡിൽ എഴുതിയില്ല എന്നേ ഉള്ളൂ. സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് പോസിറ്റീവ് 1 ആണ്. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് +4ൻ്റെ പകുതി +2 ഇട്ട് x+2 ഹോൾ സ്ക്വയർ. അപ്പോൾ തന്നെ ഈ രണ്ട് ടേം x²+4x വന്നിട്ടുണ്ട്, +4 ആണ്. +4 വന്നിട്ട് ഒരു +9 കൂടെ വന്നാൽ മതി +13 വരാൻ. ആ +9 ആണ് 3² ആയിട്ട് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ x²+4x+13 തന്നെ എത്തിക്കോളും. dx രണ്ട് സ്ക്വയറുകളുടെ സമ്മായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തെ ഇൻ്റഗ്രേഷൻ ആൻസർ എഴുതാൻ പറ്റിയ ഫോർമുല ഇതാണ്. ഇൻ്റഗ്രൽ √x² + a² dx s/2 √x² + a² log mod x plus √x² + a²+c. Integral √x² + a² dx is equal to x/2 √x² + a² ഇവിടെ +a² വന്നുകൊണ്ട് ഇവിടെയും +a²/2. അതൊക്കെ അന്ന് ഞാൻ ആ 3 ഫോർമുല ഈ രൂപത്തിലുള്ളത് പറഞ്ഞു തന്നപ്പോൾ പറഞ്ഞതാണ്. a² ചിഹ്നം വെച്ചാണ് ഇവിടെ വരുന്നതെന്ന്. പ്ലസ് ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെയും +a²/2 ലോഗ് മോഡ് x plus √x² + a² + c ക്യാപിറ്റൽ x ആയിട്ട് s+2 എടുക്കുന്നു എന്ന് മാത്രം. അങ്ങനെ നമുക്ക് ഈ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ എഴുതാൻ കിട്ടും. അത് ഈ സെറ്റ് ബ്രാക്കറ്റ് കംപ്ലീറ്റ് ഉണ്ട്. ഇച്ചിരി നീളത്തിലുള്ള ഒരു കാര്യമാണ്. ഇനി ഇതിൻ്റെ ഇൻ്റഗ്രൽ എങ്ങനെയാണ്? √t ഇൻ്റഗ്രൽ. √t എന്ന് പറഞ്ഞാൽ t⁻½ അല്ലേ. ഒന്നുകിൽ അങ്ങനെ പറഞ്ഞു വെച്ചാൽ ½ + 1/½ + 1 എടുക്കാം. അല്ലെങ്കിൽ √x-ൻ്റെ ഇൻ്റഗ്രൽ x⁻³ 2/3 എന്ന് ബൈ ഹാർട്ടായിട്ട് പഠിക്കാനും എഴുതി തന്നിട്ടുണ്ട്. √x-ൻ്റെ ഇൻ്റഗ്രൽ 2/3 x⁻³/2. അപ്പോൾ √t dt ഇൻ്റഗ്രൽ വരുമ്പോൾ 2/3 t⁻³ ഈ 2 വേറെ മൈനസ്. ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാം. x/2 √x² + a². ആ എക്സ് എല്ലാം ക്യാപിറ്റൽ എക്സ് ആണ് നമ്മുടെ. അപ്പോൾ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ x/2 എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എക്സ് s+2 ആയതുകൊണ്ട് x+2/2 √(S²+ a² എന്ന് വെച്ചാൽ s+2 ഹോൾ സ്ക്വയർ + a² 3² പ്ലസ് a²/2 എന്ന് വെച്ചാൽ a² ഇതാണ് 9 3² ആണ്. അപ്പോൾ 9/2 a² തന്നെ 3². അപ്പോൾ 9/2 ലോഗ് മോഡ് ഇത് ക്യാപിറ്റൽ എക്സ് ഇതും ക്യാപിറ്റൽ എക്സ്. അപ്പോൾ x+2 + √(x+2 ഹോൾ സ്ക്വയർ + a² 3². ഈ ഭാഗത്തും കൂടി ഉൾപ്പെടെ ബൈ ഇതിൻ്റെ ഡിഫറൻഷ്യൽ 1 കൊണ്ട് ഹരിച്ചു. അത് ഇവിടെയും ഉണ്ട്, അതുകൊണ്ടാണ് വര അവിടെയും കൂടി ഇട്ടേക്കുന്നത് /1. മൊത്തത്തിൽ ആൻസറിനെ 1 കൊണ്ട് ഹരിച്ചു. ആ 1 എന്താണ്? ക്യാപിറ്റൽ എക്സ് ആയിട്ട് പരിഗണിച്ച് s+2ൻ്റെ ഡിഫറൻഷ്യൽ +c. ഇനി ആകെപ്പാടെ നമ്മൾ ചെയ്യാനുള്ളത് t എന്താണോ എന്ന് മാറ്റി എഴുതണം. അപ്പോൾ 2 × 2 4/3 t മാറ്റുവാണ്. x² + 4x + 13 raised to 3/2
മൈനസ് എസ് പ്ലസ് 2/2 റൂട്ട് ഓഫ് ഇതിങ്ങനെ തന്നെ ഇടാം, അല്ലെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്ത് S² പ്ലസ് 4x പ്ലസ് 4 പ്ലസ് 9 13 എഴുതാം. പിന്നെ ഈ മൈനസ് ഇതിലേക്ക് വരുമ്പോൾ മൈനസ് 9/2 ലോഗ് മോഡ് S പ്ലസ് 2 പ്ലസ് റൂട്ട് ഓഫ് S² പ്ലസ് 4x പ്ലസ് 13 പ്ലസ് c. അങ്ങനെ ഫൈനൽ ആൻസറിലേക്ക് എത്താം. ഇൻ്റഗ്രേഷൻ എല്ലാ ദിവസവും ക്ലാസ് കണ്ട് പഠിച്ചുകൊണ്ടിരുന്ന പിള്ളേർക്ക് ഇതൊക്കെ വെറും നിസ്സാരമാണ്. ലെറ്റ് ഫസ്റ്റ് ഡിഗ്രി സമം ക്യാപിറ്റൽ ഇൻറ്റു d/ds ഓഫ് സെക്കൻഡ് ഡിഗ്രി പ്ലസ് b. നിങ്ങൾ ഓർക്കണം, ഫസ്റ്റ് ഡിഗ്രി ബൈ സെക്കൻഡ് ഡിഗ്രി വരുന്ന കണക്കും ഫസ്റ്റ് ഡിഗ്രി ഇൻറ്റു റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി വരുന്ന കണക്കും ഫസ്റ്റ് ഡിഗ്രി ബൈ റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി വരുന്ന കണക്കും ഒക്കെ നമ്മൾ ഈ ലെറ്റ് ഫസ്റ്റ് ഡിഗ്രി സമം ക്യാപിറ്റൽ ഇൻറ്റു d/ds ഓഫ് സെക്കൻഡ് ഡിഗ്രി പ്ലസ് b എന്നും പറഞ്ഞെടുത്ത് ചെയ്യാറുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഫസ്റ്റ് ഡിഗ്രി ബൈ സെക്കൻഡ് ഡിഗ്രി വരുന്ന കണക്ക് വേറെ രീതിയിലും ചെയ്യും. ആ ഫസ്റ്റ് ഡിഗ്രി ബൈ താഴെ വരുന്ന സെക്കൻഡ് ഡിഗ്രി രണ്ട് ഫസ്റ്റ് ഡിഗ്രി ആയിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി ബൈ രണ്ട് ഫസ്റ്റ് ഡിഗ്രി താഴെ കിടക്കുമല്ലേ, അത് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് വേണമെങ്കിൽ ചെയ്യാം. ഇനി ഫസ്റ്റ് ഡിഗ്രി ബൈ സെക്കൻഡ് ഡിഗ്രി, ആ സെക്കൻഡ് ഡിഗ്രി താഴത്തെ കിടക്കുന്ന സെക്കൻഡ് ഡിഗ്രിയുടെ കൃത്യം ഡിഫറൻഷ്യലാണ് മോളിൽ കിടക്കണമെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ലോഗ് മോഡ് ഡിനോമിനേറ്റർ പ്ലസ് എന്ന് എഴുതിയാൽ മതി. ഇനി ഫസ്റ്റ് ഡിഗ്രി ബൈ റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി, അതും ഈ രീതിയിലാണ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ചെയ്യേണ്ട കണക്കായിരിക്കില്ല ചിലപ്പോൾ അത്. കാരണം ഫസ്റ്റ് ഡിഗ്രി ബൈ റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി എന്ന് വരുന്ന ഇൻ്റഗ്രേഷൻ ആ റൂട്ടിനകത്ത് കിടക്കുന്ന സെക്കൻഡ് ഡിഗ്രിയുടെ കൃത്യം ഡിഫറൻഷ്യൽ മോളിൽ കിടക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാതെ 2 റൂട്ട് ആ റൂട്ടിനകത്ത് വന്ന സാധനം 2 ഇൻറ്റു ആ റൂട്ട് എന്ന് എഴുതി വെച്ച ആൻസർ പെട്ടെന്നാക്കാം. അങ്ങനെ ആക്കാൻ പറ്റില്ലാത്ത കണക്കുകളും പിന്നെ ഈ പറയുന്ന രീതിയിലുള്ള ഫസ്റ്റ് ഡിഗ്രി ഇൻറ്റു റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി വരുന്ന കണക്കുകളും ഒക്കെയാണ് ലെറ്റ് ഫസ്റ്റ് ഡിഗ്രി സമം ക്യാപിറ്റൽ ഇൻറ്റു d/ds ഓഫ് സെക്കൻഡ് ഡിഗ്രി പ്ലസ് b എന്ന് എടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ചെയ്ത് എയും ബിയും കണ്ടുപിടിക്കുന്നു. എ ബി കണ്ടുപിടിക്കാൻ ഈ രീതി തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇത്രയും ഭാഗം 0 ആക്കാൻ എക്സിന് -2 എടുക്കുന്നു. അപ്പോൾ -2 എല്ലാ സ്ഥലത്തും എക്സിന് കൊടുക്കുന്നു, അപ്പോൾ ബി കിട്ടുന്നു. പിന്നെ എക്സിന് വേണമെങ്കിൽ ഒരു 0 കൂടെ കൊടുക്കുന്നു, അപ്പോൾ നമുക്ക് എയും കിട്ടുന്നു. അങ്ങനെയും ഈ വില തന്നെ കിട്ടിക്കോളും. 4x + 7ൻ്റെ രൂപം മാറിപ്പോയി. ഇനി മുതൽ ഈ ക്വസ്റ്റ്യനിൽ 4x + 7 കിട്ടിയ പുതിയ കാര്യമാണ് ഇടുന്നത്. അപ്പോൾ ഇത് രണ്ട് ഇൻ്റഗ്രലായിട്ട് തിരിഞ്ഞു. ഇതാണ് ഒരു ഇൻ്റഗ്രൽ, ഇത് അടുത്ത ഇൻ്റഗ്രൽ. ഇവിടെ dx കൊടുത്തോളണം. ഈ ഭാഗം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ S² + 4x + 13t എടുത്താൽ മതി. കാരണം അതിൻ്റെ കൃത്യം ഡിഫറൻഷ്യലാണ് 2s + 4 dx 1dt എന്ന് കൊടുക്കാൻ പാകത്തിന് വരുന്നത്. അതുകൊണ്ട് ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ് ഈ കണക്ക് ചെയ്തത്. ഇത് റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി, ചുമ്മാ സെക്കൻഡ് ഡിഗ്രി കിടന്നാൽ റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി കിടന്നാൽ സെക്കൻഡ് ഡിഗ്രിയെ രണ്ട് സ്ക്വയറുകളുടെ സമ്മായിട്ടോ ഡിഫറൻസ് ആയിട്ടോ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇത് √x-ൻ്റെ ഇൻ്റഗ്രൽ 2/3x⁻³ വെച്ച് √t വിത്ത് റെസ്പെക്ട് ടു dt ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ 2/3t⁻³ √x-ൻ്റെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു x ഇൻ്റഗ്രൽ √x dx 2/3x⁻³ എന്നാണ് പഠിച്ചേക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ √t dt 2/3t⁻³. പിന്നെ ഇതിന് പറ്റിയ ഫോർമുല ഇതാണ്. √(s² + a² ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഫോർമുല s/2 √(s² + a² a²/2 log mod x + √(s² + a² + c). ക്യാപിറ്റൽ x ആയിട്ട് s+2 പരിഗണിച്ച് നമ്മൾ ആൻസർ എഴുതും. എന്ത് ക്യാപിറ്റൽ x എടുത്തോ അതിൻ്റെ ഡിഫറൻഷ്യൽ കൊണ്ട് മൊത്തം ആൻസറിനെ ഹരിക്കണം +c. ഈ ഭാഗത്തേക്ക് അത് വരില്ല, ബൈ ഈ ആൻസറിന് വേണ്ടിയിട്ടാണത്, അതിനെ മാത്രം ഹരിക്കണം +c. അത് ചെറുതായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുന്നു. 37 കണക്കാണ് ഇപ്പോൾ ഞാൻ ഇൻ്റഗ്രേഷൻ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ 3 പരീക്ഷയാണ് ഇൻ്റഗ്രേഷൻ ഇട്ടത്. 8 ക്വസ്റ്റ്യനാണ് ആ 3 പരീക്ഷയിലും കൂടി വന്നിട്ടുള്ളൂ. 8 ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ പാർഷ്യൽ ഫ്രാക്ഷൻ തന്നെയായിരുന്നു. അതായത് ഹരണത്തിൻ്റെ ഇൻ്റഗ്രേഷൻ. എല്ലാ ഹരണത്തിൻ്റെ ഇൻ്റഗ്രേഷനും പാർഷ്യൽ ഫ്രാക്ഷൻ അല്ല. ഡിനോമിനേറ്റർ കൂടി രണ്ട് ഫസ്റ്റ് ഡിഗ്രിയുടെ ഫാക്ടേഴ്സായിട്ട് കിടക്കുന്ന കണക്കുകളാണ് അങ്ങനെ വരുള്ളൂ. നമ്മുടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന സെക്കൻഡ് ഡിഗ്രിയെ നമുക്ക് തന്നെ ഫാക്ടറൈസ് ചെയ്ത് അങ്ങനെ ആക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. ഇനി അങ്ങനെ ഓർത്തില്ല ഞാൻ പക്ഷേ മോളിൽ ഫസ്റ്റ് ഡിഗ്രി താഴെ സെക്കൻഡ് ഡിഗ്രി. ഇപ്പോൾ ടീച്ചർ ഈ ലാസ്റ്റ് കണക്ക് 37ാമത്തെ കണക്ക് പഠിപ്പിച്ച പോലെ മോളിൽ ഫസ്റ്റ് ഡിഗ്രി താഴെ സെക്കൻഡ് ഡിഗ്രി ഇങ്ങനെ എടുത്തു. ലെറ്റ് ഫസ്റ്റ് ഡിഗ്രി സമം ക്യാപിറ്റൽ ഇൻറ്റു d/ds ഓഫ് സെക്കൻഡ് ഡിഗ്രി പ്ലസ് b. എന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്താലും ഫാക്ടറൈസ് ചെയ്യാവുന്ന സെക്കൻഡ് ഡിഗ്രി ആയിരുന്നു അത്. അതുകൊണ്ട് ഫാക്ടറൈസ് ചെയ്തിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്താലും
കുഴപ്പമില്ല, രണ്ടും ഒരു ആൻസറായിട്ട് വന്നോളും. പിന്നെ 8 കണക്കിൽ 2 കണക്ക് പാർഷ്യൽ ഫ്രാക്ഷനാണ്. ഒന്ന് ഡെഫിനൈറ്റും ഒന്ന് ഇൻഡെഫിനൈറ്റും. ഡെഫിനൈറ്റ് എന്ന് പറയുമ്പോൾ 3 to 4 അങ്ങനെ പ്രത്യേകം ഇൻ്റഗ്രൽ പറയുവാണ്. ഇൻഡെഫിനൈറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ലിമിറ്റ് പറയില്ല. ഇൻഡെഫിനൈറ്റിൽ കണക്ക് ചെയ്തിട്ട് +c കൊടുക്കണം. ഡെഫിനൈറ്റിൽ ഇൻഡെഫിനൈറ്റ് ചെയ്തിട്ട് എല്ലാ കണക്കും ചെയ്യണമെന്നില്ല. അല്ലാതെ പെട്ടെന്ന് ആൻസർ കിട്ടുന്നതാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഈ ഡെഫിനൈറ്റ് 3 to 4 എന്നുള്ള ലിമിറ്റ് ഇട്ട് തന്നെ കണക്ക് അങ്ങ് പൊക്കോളും. സ്ക്വയർ ബ്രാക്കറ്റ് അപ്പം തന്നെ ഇട്ട് 3 to 4 വിലയിട്ട് വെച്ചാൽ മതി. പക്ഷേ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ കണക്കൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒറ്റയടിക്ക് ഡെഫിനൈറ്റ് 3 to 4 ഇൻ്റഗ്രൽ ഇട്ട് ചെയ്യത്തില്ല. സാധാ ഇൻ്റഗ്രേഷൻ ചെയ്ത് സി ഇട്ട് ആൻസർ വെച്ചതിന് ശേഷം 3 to 4 ഇൻ്റഗ്രൽ ഇട്ട് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എഴുതി. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ 3 to 4 ഇൻ്റഗ്രൽ ഇട്ടല്ല ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇൻഡെഫിനൈറ്റ് ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞു, +c ഇട്ട് ആൻസർ വെച്ചു. അതിനുശേഷം 3 to 4 ഇൻ്റഗ്രൽ ഇട്ട് ക്വസ്റ്റ്യൻ എഴുതി. നമ്മുടെ ആ +c ഇട്ട ആൻസർ +c ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗത്തിന് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് അതിന് 3 to 4 കൊടുത്ത് അപ്പർ വാല്യൂ കംപ്ലീറ്റ് എക്സുകൾക്കും കൊടുത്ത് എഴുതുന്നു ഒരു ബ്രാക്കറ്റിൽ മൈനസ്. പിന്നെ ലോവർ വാല്യൂ എക്സ് കാണുന്നിടത്തെല്ലാം കൊടുക്കുന്നു അടുത്ത ബ്രാക്കറ്റിൽ. അത് കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ കൊണ്ടുവരുവാണ്. അങ്ങനെ ഒരു ഇൻഡെഫിനൈറ്റും ഒരു ഡെഫിനൈറ്റും പാർഷ്യൽ ഫ്രാക്ഷനാണ് ഞാൻ പരീക്ഷയ്ക്കിട്ടത്. പിന്നെ ഞാനിട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാർട്സ് ആയിരുന്നു. ഗുണനത്തിൻ്റെ ഇൻ്റഗ്രേഷൻ വരുമ്പോൾ ഹൈലൈറ്റ് വെച്ച് ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ സെക്കൻഡ് ഫംഗ്ഷൻ ഏതാന്ന് തിരിച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് ഹൈലൈറ്റ് മനസ്സിലായിട്ടില്ലേ? I എന്ന് പറഞ്ഞത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ, L ലോഗരിതമിക് ഫംഗ്ഷൻ, A ഓൾജിബ്രൈക് ഫംഗ്ഷൻ, T ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, E എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ആ ഓർഡറിൽ നമ്മുടെ ഈ ക്വസ്റ്റിനിൽ വരുന്ന കാര്യങ്ങൾ എഴുതി. അതിലാദ്യം വരുന്നത് ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും പിന്നെ വരുന്നത് സെക്കൻഡ് ഫംഗ്ഷനായിട്ടും എടുക്കുന്നു. പിന്നെ എന്താണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ ഫോർമുല? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ സെറ്റ് ബ്രാക്കറ്റ് ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. നമ്മൾ പറഞ്ഞേ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ സെറ്റ് ബ്രാക്കറ്റ് ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇപ്പം ഞാനിവിടെ പ്രത്യേകിച്ച് ഓരോ കണക്കും എടുത്തല്ല പറയണത്, നിങ്ങൾ കേട്ടിരുന്നാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതൊപ്പം ഒരു പാർട്സിൻ്റെ കണക്ക് മറിച്ചെടുത്ത് നിങ്ങൾക്കത് നോക്കാം. ഇത് പാർട്സ് ഒന്നാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ എക്സ് ആയിരുന്നു. ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ സെറ്റ് ബ്രാക്കറ്റ് ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് സെറ്റ് ബ്രാക്കറ്റ് അടച്ചിട്ട് ഈ ഇൻ്റഗ്രേഷൻ സൈൻ്റെ dx അവിടെ കൊടുക്കുന്നു. പിന്നെ എന്നാന്ന് വെച്ചാൽ പാർട്സിൻ്റെ 2 കണക്ക് ഞാൻ ഇട്ടു. പാർട്സിൻ്റെ ഒരു കണക്ക് സാധാ ഇങ്ങനത്തെ, പാർട്സിൻ്റെ രണ്ടാമത്തെ കണക്കെന്ന് പറയുന്നത് ഈ ഇതുപോലത്തെ കണക്കായിരുന്നു. e⁻x കൂടെ സൈനോ കോസോ വരിക. അത് e⁻2x 3x - x എന്തും ആകാം. സൈൻ എക്സ് തന്നെ വേണമെന്നില്ല, sin 2x 3x അങ്ങനെ എന്തും ആകാം. ഒരു കുഴപ്പവും സംഭവിക്കില്ല. കൃത്യമായിട്ട് ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷൻ ചെയ്ത് പോയാൽ മതി. അതിൻ്റെ e⁻x കൂടെ സൈനോ കോസോ വന്നാൽ ലെറ്റൈന് ക്വസ്റ്റിന് പേരിട്ടേച്ച് വേണം ഈ ഹൈലൈറ്റ് എടുക്കാമെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ചെയ്ത് കുറേ കഴിയുമ്പോൾ ആ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും വരും. അന്നേരം നമ്മൾ ഓർക്കും എന്തിനാ എത്ര നേരം കണക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടെയും കൂടി ഐ കൊടുക്കും. എന്നിട്ട് ഐകളെല്ലാം കൂടെ ഒരു സൈഡിൽ കൊണ്ടുവന്നിട്ട് ചെയ്ത് വന്നിട്ടാണ് അതിന് ഐ എടുക്കുന്നത്. അങ്ങനത്തെ ആയിരുന്നു ഒരു ക്വസ്റ്റ്യൻ പരീക്ഷിക്കേണ്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2 ഇൻ്റഗ്രേഷൻ ബൈ പാർട്സും 2 പാർഷ്യൽ ഫ്രാക്ഷനുമാണ് ഇട്ടത്. പിന്നെ ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ 4th പ്രോപ്പർട്ടിയാണ്. 4th പ്രോപ്പർട്ടിയുടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നോക്കട്ടെ. ഇതിനകത്ത് എങ്ങാനും 4th പ്രോപ്പർട്ടി കിടപ്പുണ്ടാകുന്നു. ലോവർ ലിമിറ്റ് 0 വരുന്ന ഇൻ്റഗ്രേഷനാണ് 4th പ്രോപ്പർട്ടി. എന്താണ് 4th പ്രോപ്പർട്ടിയുടെ ഫോർമുല? ഇൻ്റഗ്രൽ 0 to a fs dx ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ 0 to a f ഓഫ് a മൈനസ് എക്സ് dx. അതാണ് 4th പ്രോപ്പർട്ടി. ഇൻ്റഗ്രൽ 0 to a fs dx ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ 0 to a f ഓഫ് a മൈനസ് എക്സ് dx. ഇത് ലോവർ ലിമിറ്റ് 0 വരുന്ന കണക്ക്. അപ്പോൾ അങ്ങനെ വരുന്ന കണക്കിൽ എന്ത് ചെയ്യണം? ലെറ്റ് ഐ ആ ക്വസ്റ്റ്യൻ തന്നെ ഓൾസോ ഐ ആ 4th പ്രോപ്പർട്ടിയുടെ മറു സൈഡ് ഇൻ്റഗ്രൽ 0 to a f ഓഫ് a മൈനസ് എക്സ് dx.
അപ്പോൾ എക്സ് എന്തായി മാറി എ മൈനസ് എക്സ്, എക്സ് ഒക്കെ π/2 മൈനസ് എക്സ് ആയിട്ട് മാറുന്നു. അത് റിഡക്ഷൻ ഫോർമുല അനുസരിച്ച് മാറ്റി സൈൻ വരുന്നതെല്ലാം കോസ് വരുന്നു, കോസ് വരുന്നതൊക്കെ സൈൻ വരുന്നു. ഇക്വേഷൻ 2 1ഉം 2 കൂടെ കൂട്ടി LHS 2y ആയി മാറുന്നു. RHS 2 ഇൻ്റഗ്രാൻഡ് ഒന്നിച്ച് കൂട്ടി എഴുതി ക്രിയേറ്റ് ചെയ്ത് ആൻസറിലേക്ക്, ഇതാണ് ഞാൻ ഒറ്റയടിക്ക് തന്നെ ഡെഫിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില കണക്കുണ്ടെന്ന് പറഞ്ഞത്. ഇത് വെറും സിമ്പിളല്ലേ. ഇതിൽ 1 ds(x) ആണ്. സ്ക്വയർ ബ്രാക്കറ്റ് 0 to π/2 ഒറ്റയടിക്ക് ഇടാൻ പറ്റൂടെ, സി ഒന്നും കൊടുക്കാതെ. ഈ 0 to π/2 ഇടാത്ത ഇൻ്റഗ്രേഷൻ ആദ്യം ചെയ്ത് വെച്ച് സി ഇട്ട് വെച്ചിട്ട് പിന്നെ 0 to π/2 ഇട്ട ക്വസ്റ്റ്യൻ എഴുതിയിട്ട് സി ഒഴിവാക്കിയിട്ട് ചതുര ബ്രാക്കറ്റ് ഇടേണ്ട ഗതികേടൊന്നും ഇങ്ങനത്തെ സാധാ കണക്കുകൾക്കില്ല. ഒറ്റയടിക്ക് തന്നെ ആൻസർ എഴുതി സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് 0 to π/2 കൊടുക്കുന്നു. അപ്പർ വാല്യൂ ആദ്യം കൊടുക്കുന്നു, മൈനസ് ലോവർ വാല്യൂ പിന്നെ കൊടുക്കുന്നു. അത് 2i വില, അതിൽ നിന്ന് i വില π/4. അങ്ങനെ കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇട്ടത്. അപ്പോൾ 4 1 5 കണക്കായി. ഇനി 8 കണക്ക്, ഈ വേറെയുള്ള 2 കണക്കുകൾ. ഒന്ന് ഇതായിരുന്നു 1/2 ഡിഗ്രി. ഞാൻ 1/2 ഡിഗ്രി ഇട്ടില്ല, ഒരു സംഖ്യ മുകളിലിട്ടു 7/2 ഡിഗ്രി. 7/2 ഡിഗ്രി വന്നാലും 1/2 ഡിഗ്രി വന്നാലും ഒരുപോലെയാണ് ചെയ്യുന്നത്. ആ കോൺസ്റ്റൻ്റ് എഴുതിനെ പുറത്തേക്ക് എടുത്ത് കഴിയുമ്പോൾ അത് 1/2 ഡിഗ്രി ആണല്ലോ, അത്രയും വ്യത്യാസമുള്ളൂ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ 1/√നകത്ത് സെക്കൻഡ് ഡിഗ്രി ആയിരുന്നു, 1/√നകത്ത് സെക്കൻഡ് ഡിഗ്രി ആയിരുന്നു. അപ്പോൾ 1/2 ഡിഗ്രി വന്നാലും 1/√നകത്ത് സെക്കൻഡ് ഡിഗ്രി വന്നാലും ഒരുപോലെ തന്നെയാണ്. ആ സെക്കൻഡ് ഡിഗ്രിയെ സൈഡിൽ അത് കൂട്ട് കണക്ക് ഇവിടെ എങ്ങാനും ഉണ്ടോ നോക്കട്ടെ. ആ സെക്കൻഡ് ഡിഗ്രിയെ സൈഡിലേക്ക് മാറ്റി എഴുതി 2 സ്ക്വയറുകളുടെ സമ്മായിട്ടോ ഡിഫറൻസ് ആയിട്ടോ മാറ്റുന്നു. ഇതുപോലെ ഇത് മാറ്റുന്ന രീതി, ഇവിടെ റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി വന്നാലും 1/8, റൂട്ടിനകത്ത് സെക്കൻഡ് ഡിഗ്രി വന്നാലും നമ്മൾ റൂട്ടൊന്നും മൈൻഡ് ചെയ്യേണ്ട, സെക്കൻഡ് ഡിഗ്രിയെ മാത്രം സൈഡിലേക്ക് മാറ്റി ഇങ്ങനെ 2 സ്ക്വയറുകളുടെ സമ്മായിട്ടോ ഡിഫറൻസ് ആയിട്ടോ മാറുന്നു. സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് പോസിറ്റീവ് ഒന്നാക്കലാണ് ആദ്യത്തെ പണി. പിന്നെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റെ പകുതി, -6ൻ്റെ പകുതി -3 ഇട്ട് ഇങ്ങനെ സ്ക്വയർ ഉണ്ടാക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യണത്. എന്നിട്ട് ഇതിന് പകരം അതെഴുതും. പിന്നെ നമുക്ക് വേണ്ട ഫോർമുല ഏതാണെന്ന് ഓർത്തെടുക്കും. 9 ഫോർമുല ഈ സെറ്റ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിലേത് സെറ്റാണെന്ന് ഓർത്തെടുത്ത് ക്യാപിറ്റൽ എക്സ് ആയിട്ട് ഏതാ എടുക്കേണ്ടതെന്നൊക്കെ പരിഗണിച്ച് ആൻസർ എഴുതി അവസാനിപ്പിക്കും. അതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. 1/√നകത്ത് സെക്കൻഡ് ഡിഗ്രി വന്നാലും ഇതേമാതിരി തന്നെ. അപ്പോൾ ഞാൻ ഫോർത്ത് പ്രോപ്പർട്ടിയും പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഇനി ഞാൻ പറയാത്ത ഒരു ക്വസ്റ്റ്യൻ, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചൊരു ക്വസ്റ്റ്യൻ ഞാൻ പരീക്ഷയ്ക്ക് ഇട്ടിരുന്നു. അത് വേറെ ഒന്നുമല്ല, ഇൻ്റഗ്രൽ s³ അത് വേറൊരു ടൈപ്പ് കണക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ച് ചെയ്യണത്. ഇൻ്റഗ്രൽ s³ 1 - x⁻8 അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് ഇൻ്റഗ്രൽ s² 1 - x⁻6 dx. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കറിയാം, ആ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരണം. ഇതാണെങ്കിൽ s³ സ്ക്വയർ എന്ന് എഴുതാം, ഇവിടെ s³ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ പുട്ട് s³ എടുത്താൽ ഡിഫറൻസിയേഷനൊക്കെ കഴിയുമ്പോൾ ഈ മോളിൽ കിടക്കുന്ന s² dxന് പകരം ഒരു കാര്യം കിട്ടും. അങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ടിയിലേക്ക് കൊണ്ടുവരാം. പുട്ട് ടി ആയിട്ട് ആ s³ എടുത്താൽ, എന്നിട്ട് നമ്മുടെ ഇൻ്റഗ്രേഷൻ അത് എങ്ങനെയെങ്കിലും ചെയ്ത് നമ്മുടെ ഫോർമുലകളുടെ ഏതെങ്കിലുമൊക്കെ ഫോർമുലയുടെ സഹായത്തോടു കൂടി ഇൻ്റഗ്രേഷൻ പൂർത്തിയാക്കി ലാസ്റ്റ് ടി മാറ്റി s³ കൊടുത്ത് ഉത്തരാക്കാൻ പറ്റും. അങ്ങനത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇത് s³ ഇവിടെ വന്നാൽ ഇവിടെ x⁻8 വരുന്നത്. കാരണം x⁻8 വരുമ്പോഴാണ് x⁻4ൻ്റെ ഹോൾ സ്ക്വയർ. അപ്പോൾ x⁻4 ടി എടുത്താൽ മാത്രമേ s³ dx അതിൽ നിന്ന് കിട്ടുകയുള്ളൂ. അങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റാണത്. ആ ടൈപ്പ് ഒരു കണക്കായിട്ട് ഇത്രയും കണക്കുകളെ ഞാൻ പരീക്ഷയ്ക്ക് കിട്ടുകയുള്ളൂ. പക്ഷേ ഇനി ഇൻ്റഗ്രേഷനകത്ത് കുറേ കണക്കുകളോടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരവും ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പറയുവാണ്. ഇത്രയും നാളെ ഞാൻ ഇടാത്ത ക്വസ്റ്റ്യനാണ്.
ഇത് കണ്ട ഒരു ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ 1+x²/4. ഈ ക്വസ്റ്റ്യൻ എന്നാ തകരാറ്? ഡി എക്സിനെ അങ്ങോട്ട് നീക്കി വയ്ക്കുക, 1 ഇവിടെ ഇടുക, അപ്പോൾ തന്നെ ഒരു ഐശ്വര്യം വരും. പിന്നെ ഈ താഴെ നിന്ന് എൽ സി എടുത്താൽ കുറച്ചും കൂടി ഐശ്വര്യം വരും. ആ എൽ സി എടുത്തു കഴിയുമ്പോൾ ഈ 4 മുകളിൽ കയറ്റി വെച്ചാൽ കണക്ക് വീണ്ടും ഒരു ഇച്ചിരി മാറ്റം വരും. 4നെ പുറത്തേക്ക് അടിച്ചാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ എഴുതാൻ പറ്റുന്ന ഫോർമുല ഓർമ്മ വരും. അങ്ങനെ കണക്ക് അവസാനിക്കും. അപ്പോൾ ഈ ടൈപ്പ് ഒരു കണക്ക് ഞാനിടും. ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഇത് അതേപടി ഇതേ ക്വസ്റ്റ്യൻ ഒന്നും ആയിരിക്കുകയില്ല. ഒരു ക്വസ്റ്റ്യനകത്ത് പിന്നെ ഒരു കണക്ക് ഈ ടൈപ്പ് ആയിരിക്കും. d/ds ഓഫ് എഫക്ട്സ് ഇങ്ങനെ തന്നേക്കുവാണ്, f(2) 0 ആണെന്നും പറഞ്ഞേക്കുവാണ്. എന്നിട്ട് എഫക്ട്സ് കാണുക. d/ds ഓഫ് എഫക്ട്സിൻ്റെ ഡിഫറൻഷ്യൽ തന്നിട്ടുണ്ട്, f(2) 0 എന്നും പറഞ്ഞേക്കുവാണ്. എന്നിട്ട് എഫക്ട്സ് കാണുക. എഫക്ട്സ് കാണാൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി എന്ന് ആദ്യം എഴുതി വയ്ക്കും. എന്നിട്ട് ഇൻ്റഗ്രേഷൻ ചെയ്ത് സി വേണമല്ലോ. എന്നിട്ട് f(2) 0 എന്ന കാര്യം വെച്ച് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് സിയുടെ വില കിട്ടും. ആ സിയുടെ വിലയിട്ട് ശരിക്കുമുള്ള എഫക്ട്സ് എടുത്തെഴുതും. അങ്ങനത്തെ ഒരു കണക്കാണ് ഇത്. അതേ ക്വസ്റ്റ്യൻ തന്നെയൊന്നും ഞാൻ തരില്ല. അപ്പോൾ 2 ക്വസ്റ്റ്യൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. 2 വലിയ കണക്ക് ഞാൻ പഠിപ്പിക്കാതെ വിട്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ തന്നോളാം. രണ്ടും ചെറിയ കണക്കാണ്. പിന്നെ ഈ ടൈപ്പ് ഒരു കണക്കാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ -a to a fs dx 0 if fx is odd. ഈ fx is even ആകുമ്പോൾ 2 × ഇൻ്റഗ്രൽ 0 to a fs dx 2 × ഇൻ്റഗ്രൽ 0 to a fs dx. അപ്പോൾ ഓഡ് തന്നെ ഞാനിവിടെ തരുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഏതായാലും ഇൻ്റഗ്രൽ -a to a fs dx എന്ന രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഓഡിൻ്റെ കണക്കായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യം സൈഡിൽ എഴുതി പെട്ടെന്ന് ഉത്തരം 0 എഴുതാം. ചിലപ്പോൾ ഈവൻ്റെ കണക്കായിരിക്കും. ഇത് കണ്ടില്ലേ, ഇതേ ക്വസ്റ്റ്യൻ ഈവൻ്റെ കണക്കാണ്, കോസസ് ഈവൻ. അപ്പോഴേക്കും ഫോർമുല മാറിപ്പോയി, 2 × ഇൻ്റഗ്രൽ 0 to a fs dx ആയിപ്പോയി. അപ്പോൾ അങ്ങനെയാകാം. എന്തായാലും ആ ടൈപ്പ് ഒരു കണക്ക്. അപ്പോൾ 3 ക്വസ്റ്റ്യനാണ് വന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഇടും. ഇതേ ക്വസ്റ്റ്യൻ തന്നെ. 0 to π/4 log 1 + tan x dx. ഇൻ്റഗ്രൽ 0 to π/4 log 1 + tan x dx. ഇത് ഫോർത്ത് പ്രോപ്പർട്ടിയുടെ കണക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇക്വേഷൻ 1 ലെറ്റായി, ഓൾസോ എഴുതുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇൻ്റഗ്രൽ 0 to π/4 log 1 + tan x എങ്ങനെ മാറുന്നു? π/4 - x എന്ന് മാറുന്നു, dx. അപ്പോൾ tan π/4 - xൻ്റെ ഫോർമുല കറക്റ്റായിട്ട് ഇവിടെ എഴുതണം. 1 - tan x / 1 + tan x. ആ ഫോർമുല അറിയാൻ പാടാത്തവർക്ക് മുന്നോട്ട് ഈ കണക്ക് ചെയ്തു പോകാൻ പറ്റില്ല. അതിങ്ങനെയായിട്ട് 2 മാറുന്നു. ഇക്വേഷൻ 1ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 2i വരുന്നു. അതായത് 1ൻ്റെ ഈ ഇൻ്റഗ്രാൻഡ് log 1 + tan x ആണ്. ഇവിടെ അത് log 2/1 + tan x ആണ്. ആ 2 ലോഗ് കൂട്ടുമ്പോൾ ഒറ്റ ലോഗിലേക്ക് വരുമ്പോൾ അവ തമ്മിൽ ഗുണിച്ചാൽ മതി. അപ്പോൾ 1 + tan xഉം 1 + tan xഉം വെട്ടിപ്പോയിട്ട് log 2 എന്ന് വരുന്നു. അങ്ങനെ ആ കണക്ക് വെറും സിമ്പിളായിട്ട് മാറുന്നു. π/4 log 2 എന്ന് ആൻസറിലേക്ക് എത്തുന്നു. 2i അതിൽ നിന്ന് i കിട്ടുന്നു. അപ്പോൾ ഈ കണക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ 4 ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു. 3 എണ്ണം ചെറുതായതുകൊണ്ടാണ് ആ കൂടെ ഒരു വലിയ ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടത്. പിന്നെ നിങ്ങൾ എൻ്റെ കയ്യിൽ PDF ഇപ്പോൾ എത്തിയുള്ളൂ. 4 ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ആയത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഇടും. ഏത് ക്വസ്റ്റ്യനാണെന്ന് വെച്ചാൽ അതിന് മുന്നിൽ നമ്മൾ പഠിച്ചത് ഞാൻ പറഞ്ഞ കേട്ട് നിങ്ങളുടെ ബുക്കിൽ നിന്ന് എടുത്തോ. ഏത് ദിവസത്തെ ക്ലാസ്സിൽ വന്ന കണക്കാണെന്ന് എനിക്കങ്ങനെ പറയാൻ അറിയത്തില്ല. ഏതായാലും ഇൻ്റഗ്രൽ tan x /√1 +
ഇൻ്റഗ്രൽ സീക്കസ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽ എടുക്കട്ടെ കേട്ടോ. ഇൻ്റഗ്രൽ പ്രോബ്ലം തുടങ്ങിയ സമയം ഫോർമുല അങ്ങനെ പോയിട്ട് കോസസ് ബൈ കോസസ് മൈനസ് ഒക്കെ കഴിഞ്ഞ് എക്സാമ്പിളൊക്കെ കഴിഞ്ഞ് മോഡുലസിൻ്റെ കണക്കും കഴിഞ്ഞ് ഫോർമുലയിലേക്ക് വന്നു. ഫോർമുലയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ആ കണക്കിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പം ഞാൻ പരീക്ഷയ്ക്ക് 4 കണക്കാണ് പറഞ്ഞത്. പ്രോബ്ലം തുടങ്ങി കഴിയുമ്പോൾ 1 നമ്പർ ഇട്ട് പ്രോബ്ലം നമ്മൾ തുടങ്ങുന്ന ഒരു കണക്കുണ്ട്. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് സീക്കസ് ഇൻറ്റു 1 പ്ലസ് ടാനസ് ഡി എക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് സീക്കസ് ഇൻറ്റു 1 പ്ലസ് ടാനസ് ഡി എക്സ്. നിങ്ങൾ കണ്ടോ ക്വസ്റ്റ്യൻ? അത് PDF-നകത്ത് 17ാമത്തെ പേജിൽ വന്നു. അപ്പോൾ ഫോർമുല കഴിഞ്ഞു, പിന്നെ ഓർത്തിരിക്കേണ്ട കുറച്ച് പ്രോബ്ലം തന്നു. അതിന് ശേഷം 1 നമ്പർ ഇട്ട് നമ്മൾ തുടങ്ങി പ്രോബ്ലം. അതിൽ ആദ്യത്തെ കണക്ക് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സീക്കസ് ഇൻറ്റു 1 പ്ലസ് ടാനസ് ഡി എക്സ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒന്ന് മറിച്ച് നോക്കി പഠിക്കുക. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സീക്കസ് പ്ലസ് സീക്കസ് ടാനസ് ഡി എക്സ് എന്നായിട്ടത് മാറും. അപ്പോൾ അതിന് പറ്റിയൊരു ഫോർമുലയുണ്ട്. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഡി എക്സ്. അതിൻ്റെ ആൻസർ ഇ റൈസ് ടു എക്സ് എഫ് എക്സ് പ്ലസ് സി എന്നാണ്. ആ രീതിയിൽ കണക്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. അതാണ് 5ാമത്തെ ക്വസ്റ്റ്യൻ. 6ാമത് ഒരു കണക്കോടെ അതിൻ്റെ തൊട്ടടുത്ത കണക്ക് ഇൻ്റഗ്രൽ സൈൻ ടു എസ് കോസ് ടി എസ് ഡി എസ്. സൈൻ ഇൻറ്റു കോസ് അത് ഹൈലൈറ്റ് വെച്ച് ഫസ്റ്റ് സെക്കൻഡ് എടുക്കാൻ പറ്റില്ലാത്തൊരു കണക്കായതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഫോർമുല സൈനും കൂട്ടിയാൽ 2 സൈൻ കോസ് എന്ന ഫോർമുല വെച്ച് ഇതെങ്ങനെ മാറും? ഹാഫ് ഇൻറ്റു സൈനും കൂട്ടുന്നു എന്ന രീതിയിലേക്ക് മാറും ആ ക്വസ്റ്റ്യൻ. അതായത് പ്രോബ്ലം തുടങ്ങിക്കഴിയുമ്പോൾ 1ൻ്റെ എ പാർട്ടും ബി പാർട്ടുമാണ് ഞാനീ പറഞ്ഞ അടുത്തടുത്ത 2 ക്വസ്റ്റ്യൻ. അപ്പോൾ ടോട്ടൽ 6 കണക്കായി. ഈ 6 കണക്കുമാണ് അന്ന് പരീക്ഷ ഇടുന്നത്. ഈ 6 കണക്ക് നിങ്ങൾ പഠിക്കുക. 6 കണക്കും അന്ന് പരീക്ഷയ്ക്ക് ഉണ്ടാവും. 4 കണക്ക് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു വന്നു. 5ഉം 6ഉം കണക്കുകൾ പേജ് 17 PDF-ലെ പേജ് 17 1ാമത്തെ പ്രോബ്ലത്തിൻ്റെ എ പാർട്ടും ബി പാർട്ടുമാണ്. അത്രയും കണക്കുകളോട് പഠിക്കുക. അത്രയും കണക്കാണ് നിങ്ങൾ പരീക്ഷ എഴുതേണ്ടത്. ഇന്നും കൂടുതലായിട്ട് അധികം ഒന്നും പഠിപ്പിച്ചില്ല. വീണ്ടും ഒരു പരീക്ഷയും കൂടി അടുത്ത ദിവസം. ആ പ്രോബ്ലം 6 കണക്കിൻ്റെ കാര്യത്തോടുകൂടി ഇന്നത്തെ തീരുവാണ്. പരീക്ഷ എഴുതാൻ റെഡിയാകുക. 6 മണിക്ക് തന്നെ പരീക്ഷ ഇടും. ആൻസർ കീ തരും. നിങ്ങൾ പെട്ടെന്ന് നോക്കി എനിക്ക് എൻ്റെ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരിക. പിന്നെ അതിന് മുമ്പായിട്ട് ഫോർമുല എല്ലാം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഓർത്തിരിക്കേണ്ട കുറച്ച് പ്രോബ്ലംസ് എന്ന് പറഞ്ഞ് പേജ് 8 തൊട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതുന്നു. ടാൻ എക്സ്, കോട്ട് എക്സ്, സീക്ക് എക്സ്, കൊസിക്ക് എക്സ് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും, 1/1 പ്ലസ് സൈൻ എക്സ്, 1/1 മൈനസ് കോസ് എക്സ് ആ സെറ്റ് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും, 1/1 പ്ലസ് ടാൻ എക്സ്, 1/1 മൈനസ് കോട്ട് എക്സ് ആ സെറ്റ് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും, പിന്നെ സൈനസ് ബൈ സൈനസ് മൈനസ് എ അങ്ങനെ വന്നാൽ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും, പിന്നെ സൈനും കോസും ഗുണിക്കുന്ന കണക്ക് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും, കോസും ഗുണിക്കുന്ന കണക്ക് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കണം. മോഡുലസിൻ്റെ കണക്ക് ഓർത്തിരിക്കേണ്ട കുറച്ച് കണക്കുകൾ എഴുതന്നിട്ടുണ്ട്. ആ സെറ്റാണ് അടുത്ത ദിവസത്തെ പരീക്ഷയ്ക്കായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അതോടുകൂടി ഇൻ്റഗ്രേഷൻ ഏകദേശം തീരും.
ആദ്യത്തെ ചാപ്റ്റർ ഇൻ്റഗ്രേഷൻ 3 ചാപ്റ്ററാണ്. ആദ്യത്തെ ചാപ്റ്റർ അങ്ങനെ തീരും. ആ ഒരു പരീക്ഷയോടെ ഈ പാഠം നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ നാളത്തെ ഈ ഉടനെയുള്ള അടുത്ത ദിവസത്തെ പരീക്ഷയ്ക്കുള്ള 6 ക്വസ്റ്റ്യൻ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതുക.